അപ്പോൾ ബ്ലാക്ക് ഈസ് കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡെയിലി വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ചാരുന് ക്ലാസ്സിൽ പോകണം. ഇന്നലെ ബക്രീദ് ആയതുകൊണ്ട് ഒരു ദിവസം ലീവ് കിട്ടിയിട്ട് ഇന്ന് രാവിലെ എണീക്കാൻ ഭയങ്കര മടി. തരൂ കേസ് ഇന്ന് രാവിലെ എണീക്കാൻ ഭയങ്കര മടിയുണ്ടായിരുന്നു. കാരണം ഇന്നലെ രാത്രി കുറേ സിനിമയെല്ലാം കണ്ട് കുറേ ലേറ്റായിട്ട് ഉറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡെയിലി വ്ളോഗാണ്. അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ പുതിയ വീഡിയോസ് എല്ലാം നല്ല അടിപൊളിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഒരു ഫാമിലി വ്ളോഗാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ചാരുവിന് ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൊടുക്കാൻ വേണ്ടിയിട്ട് ബോക്സ് എടുത്തപ്പോണ്ടല്ലോ. കുട്ടി സ്കൂളിൽ നിന്ന് ബോക്സ് എടുത്തിട്ടില്ല ഗേൾസ്. ഞാനൊരു കുഞ്ഞ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്നെയോ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും. എനിക്ക് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ എപ്പം തുടങ്ങിയിട്ടുള്ളൂ. അമ്മേൻ്റെയും കൂടെയുള്ള ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് വലിയ പ്ലേ ബട്ടൺ വാങ്ങണം. പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാനും കൂടി തുടങ്ങി. എന്തായാലും പ്ലേ ബട്ടൺ കിട്ടും. കാണുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് പ്ലേ ബട്ടൺ ഞാൻ ചെയ്യുമ്പോൾ അമ്മ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല, അമ്മക്ക് ശരി. അത് ചാരുവിന് കിട്ടി എനിക്ക് തരണം കേട്ടാ പ്ലേ ബട്ടൺ. അപ്പോൾ ഇവൾ ഇന്നലെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ലഞ്ച് ബോക്സ് ഒന്നും എടുക്കാണ്ട് വന്നു. ഇനിയിപ്പോൾ ഞാൻ സ്കൂളിൽ പോയിട്ട് ചെന്നപ്പോൾ ചിലപ്പോൾ ടീച്ചർ ആടുന്നതിന് ഇവിടെ വരെ അടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ 3 ദിവസമായ പാത്രം അന്ന് വന്നേമ്പാടി നോക്കിയിട്ടുണ്ട്. എനിക്ക് പോയി എടുക്കാനും, പക്ഷെ വന്നേമ്പാടി ഞാൻ നോക്കിയില്ല. അന്ന് അച്ഛനും മോളും കൂടിയാണ് ദിദിയാനാണ് ഇന്ന് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ പാത്രം നോക്കിയില്ല. ഞാൻ ആ സമയത്ത് വിട്ട്. പിന്നെ ഞാൻ ഓർമ്മിച്ചപ്പോൾ സ്കൂളിലാന്ന് മനസ്സിലായി. പിന്നിപ്പോൾ പോകാനാ. ഇനിയിപ്പോൾ ഇന്ന് പോയിട്ട് എടുത്തോണ്ടിരണം. എന്തായാലും അത് നല്ല ഭംഗിയായിട്ടാണ്. ചിലപ്പോൾ അത് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അന്ന് ചാടുന്നിരിക്കുന്നല്ല. അന്ന് ചോറിൽ തന്നെ കൊണ്ടുപോയാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ ദേശീയ ഭക്ഷണമായ പത്തലാണ് ഗൈസ്. പത്തലും ബാജിക്കറിയും. അതാകുമ്പം ബ്രേക്ക്ഫാസ്റ്റിനും ഞാൻ അങ്ങനെ തന്നെ ആക്കി. കാരണം വേറെ ചോറ് കൊടുത്തോട് തിന്നുന്നില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനല്ല, ലഞ്ചിന്. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കുറച്ച് മറ്റേ കടലയും നട്ട്സ് എല്ലാം വെച്ചിട്ടുണ്ട്. മറ്റേ വെള്ളക്കടലല്ലേ, അത് കോർത്തിട്ടില്ല. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. വറുത്തൊക്കെ മസാല ഇടാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതും കടലയും നട്ട്സും വെച്ചിട്ടുണ്ട് കേട്ടോ. യെസ്. അപ്പം ചാരു നമുക്ക് സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരാം. ദിദിയേട്ടനും കല്ലും നല്ല ഉറക്കാണ്. ഞങ്ങൾ പുതിയ വീടിൻ്റെ ഇവിടെ നിന്നിട്ട് സംസാരിക്കുന്നല്ലേ. അപ്പം ചാരുവിനെ കൊണ്ടാക്കിയിട്ട് വരാം യെസ്. വരുന്നോ? പൊങ്ങട്ടാ. ആയി കൈ തിരിച്ചു പിടിക്കുക ഇപ്പുറത്തേക്ക്. ഇനി പോങ്ങ. ആകുന്നുണ്ട്. ഒന്നോട്ട് പോന്നേ. തിരിച്ചു പിടി. അപ്പോൾ സ്കൂളിലേക്ക് പോകാനാണ്. ചാരു ഇന്ന് വൈകുന്നേരം ക്ലാസ് ഉള്ളതാ. പിന്നെ വേഗം താഴേക്ക് വരണം കേട്ടോ. താഴേക്ക് ഇറങ്ങി വരണമായിരിക്കും. ശ്രദ്ധിക്കണം കേട്ടോ. അമ്മ പേര് വിളിക്കുന്നത് ശ്രദ്ധിക്കണേ. അപ്പം അല്ലെങ്കിൽ അമ്മ മേലെ കയറി വരും. ഉണ്ടാ 2ാം ക്ലാസ് 2nd സ്റ്റാൻഡേർഡിലൊന്നും അറിയില്ല. അപ്പോൾ അവളെ കൊണ്ടാക്കിയിട്ട് അപ്പോൾ ചാരുവിനെ സ്കൂളിലാക്കിയിട്ട് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാം കൂടി 5-6 ലഞ്ച് ബോക്സ് ആഡ് ചെയ്യും. കാരണം അന്ന് കൊണ്ടുപോയ ഫുഡും അതിൻ്റെ കറിയും സാധനമെല്ലാം ഒരു പാക്ക് ഒന്ന് കൊണ്ടുപോയി. ടീച്ചർ പറഞ്ഞ് ഭയങ്കര എടുക്കണം. അങ്ങനെ ഇന്നലെ രാത്രിക്ക് ദിദിയേട്ടൻ ഫിഷ് ടാങ്കെല്ലാം നല്ലോണം നീറ്റാക്കി. കണ്ട ഇത് കുറേ ദിവസം ഈ മറ്റേ സംഭവം വെള്ളമുണ്ട് എന്നറിയാൻ അങ്ങനെ ക്ലീൻ ആക്കണ്ടായിരുന്നു. ഇതിൽ കുറച്ചുകൂടി വലുതാ ഫിൽറ്റർ വാങ്ങിയപ്പോൾ. അപ്പോൾ അങ്ങനെ വെച്ചതന്നെ. പക്ഷേങ്കിൽ എങ്ങനെ ആയാലും അത് വൃത്തിയോടാകുന്നുണ്ട്. ഒരു പൂപ്പൽ വേഗം വരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി 12 മണിക്ക് 1 മണിക്കായിട്ട് ഇരുന്നിട്ടാണ് ഇത് നന്നാക്കി. നല്ല ഭംഗിയില്ല ഇപ്പോൾ കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് ടാങ്ക്. കുഞ്ഞി അക്വേറിയം.
ഇപ്പം ഇനി എനിക്ക് ചായ കുടിക്കണം ഗസ്, ചായ കുടിക്കണം. ചായ എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ വിചാരിക്കുന്നു കിടന്ന് ഉറങ്ങിയാലോ എന്ന്. എനിക്ക് ചോറും കറിയിലുണ്ട്, കുറച്ച് പാത്രം കഴുകാനുണ്ട്, പിന്നെന്നാ അതാണ് പണിയുള്ളൂ. രണ്ടാളും നല്ല ഉറക്ക. സമയം 8:30 ആയിട്ടുണ്ട്. ഞാനും ചിലപ്പം കുറച്ച് നേരം കിടന്നു, കാരണം ഞാൻ ഇന്നലെ 3 മണിക്കാണ് ഉറങ്ങിയത്. 3 മണിക്ക് ഉറങ്ങിയിട്ട് ഞാൻ 6 മണിക്ക് എണീച്ചു. ജസ്റ്റ് 3 hours. ആ 3 hours ഞാൻ 4 പ്രാവശ്യം എണീച്ചിട്ടുണ്ടാവും. കല്ലൂസ് ഉറക്കം എഴുന്നേച്ച്. അപ്പോൾ എനിക്ക് ഉറങ്ങണം, കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് എണീച്ചാലോ എന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കിടന്ന് ഉറങ്ങിയിട്ട് ഒരു 12 മണി എണീക്കും. എന്നിട്ട് ചോറ് നിന്ന് പിന്നെയും ക്ലാസ്സിൽ പോകും. നമ്മൾ ക്ലാസ്സിൽ ദിവസമാണ് കരാട്ടെ ക്ലാസ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പോകണം. എന്തായാലും കുറച്ച് പാത്രം എനിക്ക് മടിയാണ്, കിടന്ന് ഉറങ്ങണം തന്നെ തോന്നുന്നു. അപ്പം നമുക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് വരാം. എന്തായാലും ഉറങ്ങോ ഇല്ല നോക്കാം. എന്തായാലും ഞാൻ പോട്ടെ, പണിയൊന്നും വേറെ ഇല്ല. പിന്നെ ഞാനാണെങ്കിൽ ഒരു ക്രോഷ്യ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, കാണിച്ചു തരാം. എൻ്റെ വർക്ക് കണ്ട, നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ക്ലോത്താണ്, യാണാണ്. അപ്പം ഇത് വെച്ചിട്ട് ഞാനൊരു സാധനം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഓൾമോസ്റ്റ് എൻ്റെ അടുത്തുള്ള ലാസ്റ്റ് യാണാണിത്. ഇനി ഞാൻ ഇതുപോലത്തെ കുറച്ച് 2-3 എണ്ണം കൂടി ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി സെറ്റാക്കിയിട്ട് വേണം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ വിചാരിക്കുന്ന സാധനം ആവുമോയെന്നൊന്നും എനിക്കറിയില്ല. ആയിക്കില്ലേ വല്ല പുതപ്പും ആക്കേണ്ടി വരും, കാരണം ഇത് വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അത്രയും നല്ല കട്ടിയുണ്ട്. ചെയ്തു വന്നപ്പോൾ നല്ല കട്ടിയുണ്ട്. അത്യാവശ്യം സോഫ്റ്റുള്ള ഒരു യാണാണെങ്കിൽ കൂടിയും ഇതിങ്ങനെ വർക്ക് ചെയ്ത് വരുമ്പം നല്ല ഇതായി കണ്ട. അതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ സ്പേസ് ഒന്നുമില്ല. ഇതിൽ ഫുള്ള് ഞാൻ തുന്നിയെടുത്തതാകണ്ട. ഈ സ്പേസില്ല. ഇങ്ങനെ വെച്ചാൽ കുറച്ച് സ്പേസ് ഉണ്ട്, കാരണം കാണും, എന്നാലും ഇങ്ങനെ കാണുന്നില്ല. അപ്പം നമുക്കിത് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് കാണാം. എന്താവും ഫൈനൽ റിസൾട്ട് എന്ന് അറിയില്ല, നോക്കട്ടെ. കല്ലുവാ ഞാൻ കിടന്ന് നല്ലോണം ഉറങ്ങിപ്പോയി. അന്നേരം ഇപ്പോൾ എണീച്ചിട്ട് ചാരന് കൂട്ടാൻ വേണ്ടി പോകുന്നതാണ്. ജിതിയേട്ടൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരം ക്ലാസ്സിൽ പോകണം. അപ്പം കല്ലുവിനെ ഞാൻ ജിതിയേട്ടൻ്റെ അടുത്ത് ആക്കിയിട്ട് ചാരന് കൂട്ടാൻ വേണ്ടി പോകുന്നതാണ്. നമുക്ക് കൂട്ടിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നിടത്തിലെത്തിയേ. ഇവിടെ നിന്ന് കുട്ടികളെല്ലാം കുറവാണ്. പിന്നെ ഞാനാണെങ്കിൽ ചോറ് നിൽക്കില്ല, കല്ലും നിന്നിക്കില്ല. അപ്പം ക്യാൻറ്റീൻ്റെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടാറ്റാ ടാറ്റാ. ഇങ്ങനെ വിളിക്കുന്നത് എന്തെന്നാ? ഞാൻ പൂച്ചക്കുട്ടിയാ, ഇന്നോട് കളിക്കാനാ പറയുന്നത്. ടാറ്റാ. ഉമ്മടാ. അവള് ടാറ്റാ പോന്നാണേ. ടാറ്റാ. ഒരവിടെ പോയിക്കോ പറയുന്നു ജി. എന്നാ പോട്ടെ കല്ലു, ചേച്ചീൻ്റെ കൂടെ പോയിക്കോ. ടാറ്റാ. മൈൻഡ് ആക്കുന്നില്ലടാ. ഓല് പോന്നാ, ചേച്ചീൻ്റെ കൂടെ പോന്നാ. കളിക്കാൻ കിട്ടിയിട്ടില്ല ആളാ, അതുകൊണ്ടാ. റെഡിയാ ഓള്. ഓള് റെഡി, ഒരു പ്രശ്നമില്ല, കളിക്കുന്നില്ല. കല്ലു ഞാള് പോട്ടെ. പോട്ടെ അമ്മ പോട്ടെ. കല്ലു ചാരു പോരി. വാ നോക്ക എടാ ബാണ് നോക്കാം. ടാറ്റാ പോട്ടെ. കല്ലു നിക്കുവോ? ഇവിടെ നിന്നോ? ഇപ്പൊ ഒരു പകുതി മനസ്സായി. ടാറ്റാ വരുന്നാ കല്ലു.
അല്ലേ തന്നെ റോസ്റ്റഡിലുള്ളത് നടുവാ. ചാരു അപ്പം ഇവിടെ ഫോട്ടോ നോക്കാം ഐസ്ക്രീം. ആ പിന്നെ തണുപ്പ് പിന്നെ ഐസ്ക്രീമിന് തണുപ്പല്ലേ ഉണ്ടാവുക. ഒരു ലഞ്ച് ബാഗ് വാങ്ങാനുള്ള യാത്രയാണ് ഇന്ന് ഗോപാലൻ മാളിലെത്തിയിട്ടും ആടൊന്നും കിട്ടിയില്ല. ഇവിടെ ഇന്നെല്ലാം കൂടി മഴ പെയ്ത് പൊരിഞ്ഞ മഴ. എന്നിട്ട് ഇവിടെ പോസ്റ്റായി. എനിക്ക് വെറുതെ ഇങ്ങനെ തെണ്ടി നടക്കുന്നതാണിപ്പം. ഒരു പണിയുമില്ല. ഇനി പുരക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഒട്ടാകെ വെള്ളവും ചാളിപ്പൂലി കാറ്റും മയ്യുമായിട്ട് ഒരു രക്ഷയില്ല. ഇപ്പം കറണ്ട് സിറ്റുവേഷൻ ഇങ്ങനെയാണ്. മഴ പെയ്തിട്ട് എല്ലാം ഒന്ന് ചോറ് നിൽക്കുക. പക്ഷെ ഒട്ടാകെ വെള്ളം ഉണ്ടാ. ഇപ്പം ചെറുങ്ങനെ പാറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പാറ്റുന്നുണ്ട്. ഇതിന് ഇതിൻ്റെ മുകളിലത്തെ വീലാന്ന് തോന്നില്ല. ഒരു ലഞ്ച് ബാഗിന് വേണ്ടി 2 ദിവസമായി അലയുന്നു. ഇത് കിട്ടുന്നില്ല. ഇന്ന് വൈകുന്നേരം ഏടുന്നെങ്കിലും വാങ്ങോട്ടെ. ഏറെ പോകുന്ന വഴിക്ക് കിട്ടുന്നുണ്ടെന്ന് വാങ്ങാവേ. നമുക്ക് നല്ല ഗ്രാൻഡ് ലഞ്ച് ബാഗ് എടുത്ത് പോവാം. നമുക്ക് പോകുന്ന പോക്കിൽ ഡിമാർട്ടുകാരാ. ഇനി ആടിയേ ബാക്കിയുള്ളൂ. ഇപ്പൊ വീണ്ടും പുറത്താണ് കേസുള്ളത്. നമ്മളെ വേസ്റ്റ് കൊണ്ടിടാൻ വേണ്ടി വന്നതാണ്. വേസ്റ്റ് കളയണം. പിന്നെ നമ്മളെ ഫിഷ് ടാങ്കിൻ്റെ അക്വാറിയത്തിൻ്റെ അകത്തുള്ള മോട്ടർ കേടായിപ്പോയി പിന്നെ എന്ന് പറഞ്ഞു. അത് ഞാനൊന്നും കണ്ടിക്കില്ല. അത് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ചേട്ടൻ ഇവിടെയുള്ളത് എന്താ ഒരു അക്വേറിയം വാങ്ങിയത് ഇപ്പോൾ ഇരട്ടി ചിലവാണ്. അതിന് മോട്ടർ ഒരു 3ാമത്തെ പ്രാവശ്യം വാങ്ങുന്നത്. ഇപ്പോൾ അത് മോട്ടർ അന്നേരം കേടായി പോകുന്നു. മുഖമെല്ലാം കഴിഞ്ഞിട്ട് കണ്ണെല്ലാം ഇതായി. ഇനിയിപ്പം അത് കഴിഞ്ഞ് കുറച്ച് പച്ചക്കറിയെല്ലാം വാങ്ങി എൻ്റെ പോകാൻ പോവാം. നല്ലൊരു മഴ പെയ്റ്റ് ഫുള്ള് തണുപ്പായി. ഇനി എനിക്കൊന്ന് എല്ലാ ദിവസവും മഴ തന്നെയായിരിക്കും. ഇവിടുത്തെ ക്ലൈമറ്റ് മൊത്തത്തിൽ മാറി തണുപ്പായി. നല്ല സുഖമുണ്ട്. ഇപ്പം മീനെ ചെന്ന് നോക്കാം. ഇതാണ് ഗൈസ് കുഞ്ഞു കുഞ്ഞു പക്ഷികൾ. ഇത് ഞങ്ങളെത്തില്ല 2 പക്ഷികൾ. ഒന്ന് അത് ബ്ലൂ ആണ്. അല്ല ഗൈസ് ഈ ഗ്രീന് മാത്രം ഞങ്ങളെത്തില്ല. കുഞ്ഞു കുഞ്ഞു ഗൈസ് ബുദ്ധൻ. ഗ്രീൻ കളർ വൈറ്റ് വെള്ളത്തിൽ ഗ്രീൻ കളർ വെള്ളമാണെന്ന് തോന്നുന്നേ. ഇതിനകത്ത് മഞ്ഞുണ്ട്. പിന്നെ ഇതാ എന്തൊരു കളർഫുൾ ഷാർക്കിനെ പോലത്തെ മീനുണ്ട് ഗൈസ്. കണ്ട ഇവിടെ കൂട്ടം വെക്കുന്നുണ്ട്. പാണ്ട, മുയല്. പിന്നെ ഇതെന്തോ സാറിനാണ്. ആമ നോക്കി. എനിക്ക് ആമ ഇഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ ഇവിടെ ബുദ്ധനുണ്ട്. കുഞ്ഞു കുഞ്ഞു ബുദ്ധൻ. ഇതിൻ്റെ അകത്തില്ല. ഈ ബുദ്ധൻ ഞങ്ങളെടുത്തുണ്ട് ഗൈസ്.
കഴിക്കണ്ട ഞാൻ